മോർണിംഗ്. കോമ്പൗണ്ടിങ് ടെക്നിക്സിലെ നാലാമത്തെ ടെക്നിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇഫക്റ്റീവ് ആൻഡ് നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ എന്താണ് ഇഫക്റ്റീവ് ആൻഡ് നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദി ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആർ ഈക്വൽ whenever they generate same compounded sum or future value. എന്ത് ചെയ്യാണ്, സെയിം ആയിട്ടുള്ള കോമ്പൗണ്ടഡ് സമ്മും ഫ്യൂച്ചർ വാല്യൂ ആണ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും അതുപോലെ നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. The effective rate of interest is annually compounded rate of interest. Effective rate of interest എന്ന് പറയുന്നത് എന്താണ്, ആനുവലി കോമ്പൗണ്ട് ചെയ്തിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വലൻറ്റ് ടു ആൻ ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് മോർ ദാൻ വൺസ് പെർ ഇയർ. എന്ന് വെച്ചാൽ ആനുവലിൽ ഒന്നിൽ കൂടുതൽ തവണ കോമ്പൗണ്ട് ചെയ്തിട്ടുള്ള, അപ്പോൾ നമ്മൾ പഠിച്ചില്ലേ മന്ത്ലി, ക്വാർട്ടർലി, ഹാഫ് ഇയർലി, അതുമായിട്ട് ഈക്വൽ ആണ് ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ തിയറി അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഇനി അതിൻ്റെ ഒരു ഇക്വേഷനാണ് നമുക്ക് നോക്കാനുള്ളത്. EIR എന്ന് പറയുന്നത് എന്താണ്, ഇഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് പറയുന്നത്. അപ്പോൾ EIR ഈസ് ഈക്വൽ ടു 1 + R ഡിവൈഡഡ് ബൈ M ഹോൾ റേസ് ടു M - 1. അപ്പോൾ ശ്രദ്ധിക്കുക, ആ M ഹോൾ റേസ് ടു എമ്മിൻ്റെ -1 അല്ലാതെ കിടക്കുന്നത് ആ -1 കോമൺ ആണ്. എന്ന് വെച്ചാൽ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള 1 + R ഡിവൈഡഡ് ബൈ M ഹോൾ റേസ് ടു M ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടില്ലേ, ആ ആൻസറിന് -1 കുറയ്ക്കുക, അല്ലെങ്കിൽ 1 കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ആ ഇക്വേഷൻ്റെ ഒരു ഫോർമാറ്റ്. ആ എമ്മിനല്ല -1 വരുന്നത്, അത്രയും ശ്രദ്ധിക്കുക. EIR എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. R എന്ന് പറയുന്നത് നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. M എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടൈംസ് കോമ്പൗണ്ടിങ് ഇസ് ഡൺ ഇൻ ഇയർ. എത്ര പ്രാവശ്യം കോമ്പൗണ്ട് ചെയ്തു, ഇപ്പോൾ ഹാഫ് ഇയർലി ആണെങ്കിൽ 2 ആയിരിക്കും, ക്വാർട്ടർലി ആണെങ്കിൽ 4 ആയിരിക്കും. അപ്പോൾ അതാണ് അതവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇഫക്റ്റീവ് ആൻഡ് നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ പറയാനുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: മിസ്റ്റർ അരുൺ ഡെപ്പോസിറ്റഡ് 10,000 ഇൻ എ ബാങ്ക് ഫോർ പീരീഡ് 1 ഇയർ. അരുൺ എന്ത് ചെയ്യാണ്, 1 വർഷം കാലാവധിക്ക് 10,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യാണ്. ദ ബാങ്ക് ഓഫേഴ്സ് 2 ഓപ്ഷൻസ്. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്തു, 2 ഓപ്ഷൻ കൊടുത്തു. ഒന്നെങ്കിൽ ടു റിസീവ് ഇൻട്രസ്റ്റ് അറ്റ് 12.5% പെർ ആനം കോമ്പൗണ്ടഡ് ക്വാർട്ടർലി. ക്വാർട്ടർലി കോമ്പൗണ്ട് ചെയ്തിട്ട് 12.5% ഇൻട്രസ്റ്റ് ഒന്നെങ്കിൽ റിസീവ് ചെയ്യാം. അല്ലാത്ത കേസ് എന്ന് പറയുന്നത് ടു റിസീവ് ദി ഇൻട്രസ്റ്റ് ഓഫ് 12.6% പെർ ആനം കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി. ഹാഫ് ഇയർലി കോമ്പൗണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, 12.6% പെർ ആനത്തിലും ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യാം. ഏത് ഓപ്ഷനാണ് അരുൺ ആക്സെപ്റ്റ് ചെയ്യുക? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 2 ഓപ്ഷനല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 2 ഓപ്ഷൻസ് നമ്മൾ കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഓപ്ഷൻ എന്താ പറയുന്നത്, ഓപ്ഷൻ 1 എന്ന് ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് എഴുതുക ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 12.5% പെർ ആനം കോമ്പൗണ്ടഡ് ക്വാർട്ടർലി. ആ ഫുൾ തന്നെ എഴുതി വെക്കുക ക്വാർട്ടർലി. ആ ക്വാർട്ടർലി എന്നുള്ള വേർഡ് നമുക്ക് ആവശ്യമുണ്ട്, കാരണം 2 വേണോ 4 വേണോ 12 വേണോ തീരുമാനിക്കുന്നത് എവിടെയാണ്, ആ ക്വാർട്ടർലി എന്നുള്ള വേർഡിലാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എഴുതുക. EIR is equal to 1 + R divided by M whole raised to M -1. -1 കോമൺ ആണ്, പിന്നെയും പറയുകയാണ് -1 ആ എമ്മിൻ്റെ -1 അല്ല. അപ്പോൾ എന്ത് എഴുതുക, ഇസ് ഈക്വൽ ടു 1 + R ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത്, 12.5% ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പെർസെൻറ്റേജിനെ ന്യൂമറിക്കലി കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഡിവൈഡഡ് ബൈ 100 ചെയ്യണം. അപ്പോൾ R ഇസ് ഈക്വൽ ടു 12.5 ഡിവൈഡഡ് ബൈ 100. നമുക്ക് ആൻസർ എത്ര കിട്ടും, 0.125 ആണ് നമ്മൾ R എന്ന് പറയുന്ന ആൻസർ കിട്ടുക. ഡിവൈഡഡ് ബൈ 4 ഇവിടെ ചെയ്തിട്ടുണ്ട്, അതാണ് പറയുന്നത് 1 + 0.125 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ നമ്മൾ M എന്താ, M ക്വാർട്ടർലി ആയതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്, 4 വന്നത്. ഹോൾ റേസ് ടു M എന്നെ പറഞ്ഞിരിക്കുന്നത്, M 4 ആണ്, അതുകൊണ്ട് ഹോൾ റേസ് ടു 4 എഴുതി -1. ഇനി നമ്മൾ ഫസ്റ്റത്തെ ഘട്ടമായിട്ടുള്ള എന്ത് ചെയ്യുക, 1 + 0.125 ഡിവൈഡഡ് ബൈ 4, അത് മൊത്തം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 1.131 ആൻസർ കിട്ടും. അതിൽ നിന്ന് എന്ത് ചെയ്യുക, 1 മൈനസ് ചെയ്യുക. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 0.131 ആൻസർ കിട്ടും. അതിനെന്ത് ചെയ്യുക, പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ 13.1% കിട്ടുക. ആ ഒന്നിനൊക്കെ നല്ല വാല്യൂ ഉണ്ട്, കാരണം നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. 13.1% നമുക്ക് ആൻസർ കിട്ടും. ഇനി രണ്ടാമത്തെ കേസും സെയിം മാനറിൽ ചെയ്യുക. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, 12% ഇൻട്രസ്റ്റ് റേറ്റ് തരാം, പക്ഷെ എന്ത് ചെയ്യണം, ഹാഫ് ഇയർലി ആയിരിക്കണം കോമ്പൗണ്ട് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സെയിം ഇക്വേഷൻസ് എഴുതിയിട്ട് ചെയ്യുക. ഹാഫ് ഇയർലി ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തു, ഡിവൈഡഡ് ബൈ 2 ആണ് കൊടുക്കേണ്ടത്. ആ മാറ്റും. പിന്നെ നമ്മൾ ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് 12.6 ആണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് ഡിവൈഡഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 0.126 ആണ് അവിടെ കിട്ടുക. ആ 2 കേസ് മാത്രമേ നോക്കാനുള്ളൂ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി കിട്ടുന്ന ആൻസർ 13% ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ഫസ്റ്റത്തെ ഓപ്ഷൻ എത്ര
കിട്ടിയത് 13.1% ആണ്. രണ്ടാമത്തെ ഓപ്ഷനിൽ 13% ആണ് ആൻസർ കിട്ടിയത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസിഷൻ റൂൾ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിതിൽ ഏതെങ്കിലും ഒന്നല്ലേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ അരുണിന്. അപ്പോൾ ഏതാണ് അരുണിന് സെലക്ട് ചെയ്യാൻ പറ്റുക നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ദ ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ 6. ഹയർ ഓപ്ഷൻ ഉള്ളത് എവിടെയാണ്? 2-ലാണ് എന്ന് വെച്ചാൽ 12.6. രണ്ടാമത്തെ ഓപ്ഷനിലാണ് ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലുള്ളത്. പക്ഷേ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലുള്ളത് എവിടെയാണ്? 1-ലാണ്. ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചതാണ്. 13.1% ആണ് എവിടെ? 1-ൽ. 2-ൽ എത്രയേ ഉള്ളൂ? 13% ആണ് ഉള്ളൂ. Therefore, the depositor should select option 1. അതുകൊണ്ട് ഡെപ്പോസിറ്റർ എന്താ ചെയ്യേണ്ടത്? ഓപ്ഷൻ 1 ആണ് സെലക്ട് ചെയ്യേണ്ടത്. The interest rate is 12.5%. 12.5% ഇൻട്രസ്റ്റ് ഉള്ള ഫസ്റ്റത്തെ ഓപ്ഷനാണ് ഡെപ്പോസിറ്റർ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നുമില്ല, സിമ്പിളായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഇഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ ഏതിനാണ് കൂടുതൽ പെർസെൻറ്റേജ് കിട്ടുന്നത് ആ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടിയത് ഏതിനാണ്? ഫസ്റ്റ് ഓപ്ഷനാണ്. 13.1%. 0.1ൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ചിലതാണ് പറഞ്ഞത് നമ്മൾ 0.1 നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെന്ന്. ഇവിടെ 13% മാത്രമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ വലുത് ഫസ്റ്റ് ഓപ്ഷൻ ആയതുകൊണ്ട് ഫസ്റ്റത്തെ കേസാണ് അരുൺ എന്ത് ചെയ്യേണ്ടത്? സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് ഇതിൽ പറയാനുള്ളത്. ഇഫക്റ്റീവ് ആൻഡ് നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ പറയാനുള്ളത്. ആ ഇക്വേഷൻ ഒന്ന് നോക്കുക, അതുപോലെ ആ തിയറി പാർട്ട് ഒന്ന് പഠിച്ച് വെക്കുക. പ്രോബ്ലം ഇതേപോലെ തന്നെ ഈ പ്രോബ്ലം രണ്ട് പ്രാവശ്യമൊക്കെ വർക്കൗട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ തന്നെ അതിൻ്റെ ഇത് മാറ്റിയപ്പോൾ 12.5 ഉള്ളത് ഒരു 12.8 ആക്കിയിട്ട് ചെയ്തു നോക്കുക. അങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. ഇതിൽ കൂടുതൽ എക്സസൈസ് ഒന്നും ചെയ്യാനില്ല. ഫസ്റ്റ് ചാപ്റ്ററിലെ പ്രോബ്ലംസ് ഞാൻ അന്വേഷിച്ചപ്പോൾ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എന്നാണ് കണ്ടത്. പക്ഷേ നിങ്ങൾ പഠിക്കാതിരിക്കേണ്ട, നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം.